ഹായ്, ഞാൻ സുഭാഷ് ചന്ദ്രൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോഷൂട്ട് ആഡ് ക്യാമ്പയിന് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ പുറകിലെ കാര്യങ്ങളാണ്. ഈ ഒരു ബ്രാൻഡിന് വേണ്ടി നമ്മൾ ചെയ്തത് മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഡാണ്. അപ്പോൾ അതിനൊരു കോൺസെപ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, മോഡൽസിനെ എങ്ങനെ കണ്ടെത്താം, ഫോട്ടോ എങ്ങനെ എടുക്കാം, ഫോട്ടോ എടുത്തതിന് ശേഷം എങ്ങനെ നമ്മളിത് എഡിറ്റ് ചെയ്യാം, അതെങ്ങനെ പോസ്റ്റ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം എന്നുള്ളതിന് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്യാമ്പയിൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് സുരഭി സിൽക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ വിഷുവിനാണ് നമ്മൾ ചെയ്തത്. ഈ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ സാധ്യത ഉള്ളത് രാമനാട്ടുകര സറൗണ്ടിങ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ ഏരിയയിലേക്ക് മാത്രമായിട്ടുള്ള ആഡാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ക്യാമ്പയിൻ മെയിനായിട്ട് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അതേപോലെ തന്നെ വാട്സപ്പിലൂടെയും ചെയ്യാനാണ്. മോഡൽസ് പാർട്ടിസിപ്പേറ്ററി മോഡൽസ് തന്നെ ആയാൽ നന്നായിരിക്കും എന്നുള്ളത്. പാർട്ടിസിപ്പേറ്ററി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ സുരഭി സിൽക്സുമായിട്ട് ബന്ധപ്പെട്ട കസ്റ്റമറിൽ നിന്ന് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള. അപ്പോൾ കസ്റ്റമർ നമ്മൾ അന്വേഷിച്ച സമയത്ത് മോഡൽസ് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഏരിയയിലുള്ള മോഡൽസിനെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. റെഡി ടു കൊളാബറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്ററാണ് നമ്മൾ ഉണ്ടാക്കിയത്. അത് മാർച്ച് 29 മുന്നേ നമ്മൾ ഇതിലേക്ക് എൻട്രി അയക്കുക എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് നമ്പറും കൊടുത്തു. അതേപോലെ മെയിൽസ്, ഫീമെയിൽസ്, കിഡ്സിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കി അതേപോലെ അറിയുന്ന കുറേ ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ലോക്ക്ഡൗൺ ഇങ്ങനെ കഴിഞ്ഞു വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഔട്ട്ഡോർ പ്രാക്ടിക്കൽ അല്ല, അത് ഒരു ദിവസം കൊണ്ട് തീരും ചെയ്യണം. കുറച്ച് ദിവസമുള്ളൂ. വിഷു 14-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതെല്ലാം തീർക്കണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളൊരു ഫ്ലോറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ഫ്ലോർ അന്വേഷിക്കുന്ന സമയത്താണ് നമ്മളൊരു ഫ്ലോർ കാലിക്കറ്റ് ഉണ്ട്, എക് മീഡിയ സ്റ്റുഡിയോ ഫ്ലോറിലാണ്. അപ്പോൾ ആ ഫ്ലോറിൽ നമ്മൾ വരുന്ന മോഡൽസിന് ടൈം കൊടുത്ത് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഏത് ക്യാമറ നമ്മൾ ഫോട്ടോഷൂട്ടിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച ക്യാമറ വിവിറ്റാറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം യൂസ് ചെയ്തൊരു ക്യാമറ ആയിരുന്നു. പിന്നെ നിക്കോൺ FM10, പിന്നെ ക്യാനണിൻ്റെ ഫിലിമും അതേപോലെ ഡിജിറ്റൽ വെർഷനുള്ള ക്യാമറയൊക്കെ ആയിരുന്നു യൂസ് ചെയ്ത്. പിന്നെ കുറേ ഫോട്ടോ ഇടയ്ക്ക് എടുക്കും, 5Dയിൽ അല്ലെങ്കിൽ സോണിയിലൊക്കെ എടുക്കും എന്നല്ലാതെ ഫുള്ളായിട്ടുള്ളൊരു ജോബല്ലായിരുന്നു. അപ്പോൾ ഏത് ക്യാമറ എടുക്കും എന്നുള്ളൊരു കൺസേണിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സൗരവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്, അവൻ ഓൾറെഡി ഈ ഫോട്ടോഗ്രാഫി മാത്രമാണ് ചെയ്യുന്നത്, ക്യാമറയും എക്യുപ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ അവൻ വരാമെന്ന് പറഞ്ഞു. ഷൂട്ട് ഡേയുടെ ബിഫോറുള്ള ഡേ അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഒരുപാട് പേര് വരുന്നതാണ്. അപ്പോൾ അവർ കറക്റ്റ് ടൈമിന് എത്തിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എക്യുപ്മെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ ഏകദേശം ഒരു 20ഓളം മോഡൽസ് നമുക്ക് ഇതിലേക്ക് എൻട്രി വന്നു. നമുക്ക് അത്രയും മോഡൽസ് വേണ്ട. അപ്പോൾ നമ്മളിത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ്. ഇനി ഒരു ഫൈനൽ കോൾ എന്നുള്ള രീതിയിൽ ഇവർ കൺഫേം ആക്കി ഏകദേശം. അപ്പോൾ തലേ ദിവസം നമ്മളിങ്ങനെ എല്ലാവരെയും വിളിച്ച് അറിയിച്ചു. അപ്പോൾ അവരെല്ലാവരും ഓക്കെയാണ്. പക്ഷേ ഒരാൾ മാത്രം പറഞ്ഞു വരാൻ പറ്റില്ല, ഇങ്ങനെ ഷൂട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ ഫൈനൽ ഇവരെടുത്ത് വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓൾറെഡി ഇത് ഷൂട്ടിന് വരാനുള്ളൊരു മെയിൽ മോഡലിൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. ഹരികൃഷ്ണൻ എന്നാണ്, എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അവൻ പറഞ്ഞു പ്രശ്നമാക്കണ്ട, ഞാൻ ഉടൻ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ഒരു മോഡലിനെ റെഡിയാക്കണം. ഭയങ്കര ബിഗ് താങ്ക്സ് ഉള്ളൊരു സംഭവമാണ് അത്. പിറ്റേ ദിവസത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം നമ്മൾ ഇവരുടെയൊക്കെ വിളിച്ചിട്ട് ടൈം ഷെഡ്യൂൾസ് പറഞ്ഞു. അതായത് ആരാണ് 9 മണിക്ക് വരേണ്ട 2 പേര്, 10 മണിക്ക് വരേണ്ടത് ആര്. ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങളൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്നത് നല്ലതാണ്, കുറേ മോഡൽസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു കോളൊക്കെ ഫൈനൽ ചെയ്ത് പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാനുള്ള ഒരു തീമിൻ്റെ കുറിച്ച് കുറച്ച് റെഫറൻസ് ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുന്നതല്ല, നമുക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ മോഡൽസിനും എങ്ങനെയാണ് പോസ് എന്ന് കാണിക്കാം, നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നവർക്കും കാണാം, തീമിന് സെറ്റ് ചെയ്യുന്ന ആൾക്കും കാണിച്ചു കൊടുക്കാം. മേക്കപ്പ് ടച്ചപ്പ് മാത്രം ബേസിക് ടച്ചപ്പ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ അതിന് സാധ്യതയുണ്ട്. ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്ലാനും നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടതിനെക്കുറിച്ച് ഐഡിയയും എല്ലാ കാര്യങ്ങളും തലേ ദിവസം സെറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഇങ്ങനെ വരാം, എവിടെ എത്താം, വണ്ടി അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത്, ഇനി അവർക്ക് ഫുഡ് കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ് ഡേ എന്തൊക്കെ വേണം, കൊന്നപ്പൂ റെഡിയാക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും. ഈവൻ കണി വെക്കുന്ന ഐഡിയ ഉണ്ടെങ്കിൽ കണിയിലേക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു സമയത്ത് സെർച്ച് ചെയ്ത് കിട്ടില്ല. ഇങ്ങനത്തെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്ത് ഫൈനൽ എല്ലാം സെറ്റായി വെച്ചു. രാവിലെ വണ്ടി വരേണ്ട സമയം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് തലേ ദിവസം എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. ഫ്ലോറൊക്കെ സെറ്റ് ചെയ്തു, ലൈറ്റപ്പ് ഒക്കെ ചെയ്തു, എല്ലാം സെറ്റായി. ഏകദേശം ഒരു 11 മണിക്കാണ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പങ്കെടുത്തത് ഒന്ന് അശ്വതി എന്ന് പറഞ്ഞൊരു മോഡലാണ്. അശ്വതി നല്ല ഹൈറ്റുള്ളൊരു മോഡലാണ്. പിന്നെ നമ്മൾ തീമുമായിട്ട് കണക്ട് ചെയ്യുന്ന 1-2 ഫോട്ടോയിലേക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൂ.
എങ്കിൽ നമ്മളത് മൊത്തം ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷോട്ട് ഫൈനലൈസ് ചെയ്യാന്നുള്ളതാണ്. അശ്വതിയാണ് ഒരു മോഡൽ. രണ്ടാമത് അദു ശ്രീനി എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇതാണ് ശരിക്കും നമുക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുള്ളൊരു മോഡൽ കേട്ടോ. എന്ത് കാര്യം വെച്ചാൽ ഇപ്പോൾ തലേ ദിവസം നമുക്ക് ഷൂട്ടിന് ഫിക്സ് ചെയ്തൊരു മോഡൽ പെട്ടെന്ന് പിന്മാറുകയാണ്. അപ്പോൾ അത് ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് എല്ലാ കാര്യം ഇപ്പോൾ കോസ്റ്റ്യൂം അടക്കം അവർ വരികയാണ്. ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് ആണ്. പല ആളുകൾക്കും അത് ഉണ്ടാവാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ശ്രീനിയാണ് രണ്ടാമത് ഇതിൽ പങ്കെടുത്ത ഒരു മോഡൽ. പിന്നെ ഹരികൃഷ്ണനാണ്. ഹരികൃഷ്ണൻ എൻ്റെ ഓൾറെഡി BMC സ്റ്റുഡൻ്റ് ആണ്, ഇൻഫ്ലുവൻസറാണ്. പല മോഡലും അതേപോലെ തീം ഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ യദുകൃഷ്ണന് ഇതേപോലെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ റാമ്പ് വാക്കിങ്ങിലൊക്കെ നമ്മൾ കോളേജ് ഫെസ്റ്റിനൊക്കെ നന്നായിട്ട് വാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത ഒരാളാണ്. നല്ല ഹൈറ്റും ഉണ്ട്. പിന്നെ വരുന്നത് വുമൺ കാറ്റഗറിയിലുള്ള 2 മോഡൽസ് ആണ്. അത് വർക്കിംഗ് വുമൺസ് ആയിട്ടുള്ള ആളുകളാണ്. ഒന്ന് ഐശ്വര്യ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നൊരു ഫ്രണ്ട് തന്നെയാണ്, പിന്നെ ഒരു ടീച്ചറാണ്. അതേപോലെ ജിനി സഞ്ജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയാണ്. ഇവർ രണ്ടുപേരാണ് വുമൺ കാറ്റഗറിയിൽ വന്നത്. പിന്നെ കിഡ്സ് ആണ്. ഐശ്വര്യയുടെ തന്നെ ഒരു മകനുണ്ട്, ഓം കൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. പിന്നെ അന്വേഷിച്ച സമയത്ത് ഒരു ലേഡി കൂടെ വേണം. അപ്പോൾ അങ്ങനെ ഫൈനലി ഇപ്പം സിസ്റ്ററുടെ മോൾ തന്നെ എടുക്കുകയാണ്, ഗൗരി ലക്ഷ്മി എന്നാണ് അവളുടെ പേര്. ഇത്രയാണ് ഈ മോഡലുകൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം കോസ്റ്റ്യൂമൊക്കെ സെറ്റായി അവർ കോസ്റ്റ്യൂമിലാണ് സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് റെഫറൻസ് ആയിട്ടുള്ള കുറേ ഇമേജസ് ഉണ്ടായിരുന്നു. ഓരോ മോഡൽസ്, അതേപോലെ ഗ്രൂപ്പായിട്ടുള്ള 2 മോഡൽസ്, കിഡ്സ്, പിന്നെ ടോട്ടൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലോർ സെറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കും, ചിലത് 2 പേര് എടുക്കും. സ്ട്രീറ്റിൽ നിന്ന് വരുന്ന വാക്കിംഗ്, ഷോപ്പർ പിടിച്ചിട്ടുള്ള വാക്കിംഗ് ഒക്കെ ആയിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വിഷു തീം റിലേറ്റ് ചെയ്തിട്ടൊരു സംഭവം, വിഷു റിലേറ്റ് ചെയ്ത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐഡിയ, പിന്നെ കിഡ്സിൻ്റെ സെഷൻ, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ആളുകളെയും ക്ലോസപ്പ്, പിന്നെ ഗ്രൂപ്പ്, എല്ലാ മോഡൽസും കൂടെ ഒരു ഗ്രൂപ്പിൽ വരുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പോസ് കൊടുത്ത് പിന്നെ അത് ഫൈനൽ ഇപ്പോൾ ഒരു ബോർഡിലേക്ക് വന്നപ്പം നല്ല ഭംഗിയുള്ള ഫ്രണ്ടിൽ കൊടുക്കാൻ പറ്റുന്നൊരു ഐഡിയ ആയി. പിന്നെ വിഷുവിൻ്റെ ആ ഒരു ഡേയിൽ നമുക്ക് ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീം, ഇങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. കറക്റ്റ് ഒരു റെഫറൻസ് ഇമേജസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറേ ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ മോഡൽസിന് പോസുകൾ, നമ്മൾ ഷൂട്ടിൻ്റെ കുറേ ദിവസം മുന്നേ ഡിഫറെൻറ്റ് പോസുകൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഒരു മൂഡ് ബോർഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ പോസ് നമ്മൾ മോഡൽസിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് അവരെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അവർ ഓക്കെ ആയിട്ടുണ്ട്, നെക്സ്റ്റ് പോസിൽ അത് ക്ലിയർ ആവും, നമ്മൾ ഷൗട്ട് ചെയ്യാതെ ആ ഒരു രീതിയിൽ എടുത്താൽ കുറേ നമുക്ക് പോസ് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഒരു പോസ് തന്നെ 2, 3, 4 ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് നമ്മൾ സ്ട്രീറ്റ്, അതേപോലെ നൊസ്റ്റാൾജിക്, വിഷു തീം, ക്ലോസപ്പുകൾ, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമില്ലാത്ത ഫോട്ടോസ് മാറ്റി സോർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഐഡിയ ഫോട്ടോഷൂട്ടിൻ്റെ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്നോ ചെയ്യുന്നത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വിഷു സീസണിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് കൊന്നകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഗൂഗിളിലൊക്കെ നമ്മൾ കൊന്നകളൊക്കെ കിട്ടി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ഇൻഡോർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെയിം ക്യാമറയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ബാക്ക്ഗ്രൗണ്ടും കൂടി ഷൂട്ട് ചെയ്തു. ഓൾറെഡി അവിടുന്ന് നമ്മളൊരു തീം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എങ്ങനെ ആവണം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് നമ്മൾ സെയിം ഫ്രെയിമിൽ തന്നെ ഫോട്ടോ എടുത്തു. 2-3 തീമിലാണ് നമ്മളിത് ഔട്ട്പുട്ട് വരുന്നുള്ള ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഒന്ന് സ്പോൺസറാഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതായത് വിഷു ഫെസ്റ്റിവലിൻ്റെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീക്ക് മുന്നേ തന്നെ, 14-ന് വിഷു ആണെങ്കിൽ ഷോപ്പിംഗ് ഏകദേശം നിങ്ങൾക്കറിയാം 5 or 6 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നേ ഇത് പോകണം. അപ്പോൾ അതിന് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, വൈറ്റ്, ഗ്രീന്, ഗോൾഡൻ, യെല്ലോ, ഈ ഒരു കളർ പല്ലറ്റിലായിരുന്നു നമ്മുടെ ഡിസൈൻ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ കളർ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ, വൈറ്റ് പെട്ടെന്ന് കാണുന്ന ഒരു നന്മ, കണി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇമേജസിന് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നു. ആ ഒരു ഐഡിയക്ക് സ്പോൺസർ ആഡ് ചെയ്യുക, നമ്മൾ കാരസോൾ ആഡ് എന്ന് പറയും. അതായത് നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് നീക്കാൻ പറ്റുന്ന ആഡുകളാണ്. അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് പെട്ടെന്ന് സെറ്റായി. ഫേസ്ബുക്കിൽ ആഡ് മാനേജറിലാണ് നമ്മൾ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് അത് സ്പോൺസർ ആഡ് ചെയ്യുന്നത്. അതായത് ആ ഏരിയയിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന രാമനാട്ടുകര പരിധിയിലുള്ള ആളുകളിലേക്ക് ക്യാമ്പയിൻ വെച്ചിട്ട് അത് ചെയ്തു. രണ്ടാമത് ചെയ്ത് നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ, ഇപ്പം ഫെസ്റ്റിവൽ ആകുന്ന സമയത്ത് ചില ബോർഡുകൾ അവർ മാറ്റാണ് മെയിനായിട്ടുള്ള. ഇപ്പോൾ സുരഭി മാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണ് പിന്നെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ വിഷുവിനുള്ള ഷോപ്പ് ചെയ്യുന്ന സമയത്ത് കൂപ്പൺ ഉണ്ട്, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈൻ ഇതേപോലെ ചെയ്തു. അതുപോലെ ഫോട്ടോഷൂട്ടിൽ സെലക്ട് ചെയ്ത ഇമേജിന് മാച്ച് ആവുന്ന ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് എടുത്ത് മോഡൽസിനെ ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് ആംബിയൻസും ബോഡി കളറും കറക്റ്റ് ചെയ്ത് ഒരു ഓൾഡ് നൊസ്റ്റാൾജിക് ലുക്ക് കൊണ്ടുവരികയാണ് ആദ്യ ഇമേജിൽ ചെയ്തത്. രണ്ടാമത്തെ നൊസ്റ്റാൾജിക് ഫോട്ടോയിലും ഇതുപോലെ തന്നെ മാച്ച് ചെയ്യാൻ സാധ്യതയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെപ്പറേറ്റ് ഫോട്ടോ എടുത്ത് ഫോട്ടോഷോപ്പിൽ കട്ട് ചെയ്ത് കോമ്പോസിറ്റ് ചെയ്ത് കളർ കറക്റ്റ് ചെയ്താണ് യൂസ് ചെയ്തത്.
മൂന്നാമത്തെ ഇമേജിൽ കേരള ട്രഡീഷണൽ ഡ്രസ്സിലുള്ള 2 മോഡൽസിനെയും വിഷു നൊസ്റ്റാൾജിക് ഫീലിംഗിലേക്ക് കൊണ്ടുവന്നതാണ്. 3 പേർക്കും വിഷു ഷോപ്പിംഗ് നടക്കുന്ന സമയത്ത് ഒരു റിമൈൻഡർ എന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ വിഷു ദിവസങ്ങളിൽ ഗ്രീറ്റിംഗ് പോസ്റ്റിനും ഷെയർ ചെയ്യാനുമായി വിഷുക്കൈനീട്ടം, വിഷുക്കണി കാണല്, വിഷുക്കണി ഒരുക്കൽ എന്നീ കോൺസെപ്റ്റിൽ 3 ക്രിയേറ്റീവ് ഗ്രീറ്റിംഗ്സ് പോസ്റ്റുകളുമാണ് ഡിസൈൻ ചെയ്തത്. ക്യാമ്പയിൻ ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. ഒന്ന് നമ്മൾ സെയിൽസിൻ്റെ കാര്യത്തിലാണ് നോക്കും, മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നമ്മളിത് ചെക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, പാൻഡമിക് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സെയിൽ വിഷു ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്. സ്പോൺസേർഡ് ആഡായി ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ചെയ്ത കിഡ്സ് വിഷു സ്പെഷ്യൽ കളക്ഷൻ ടാർഗറ്റ് ഏരിയയിൽ 11,644 ആളുകളിലേക്ക് എത്തുകയും രണ്ടാമതായി ചെയ്ത വുമൺസ് വിഷു കളക്ഷൻ ആഡ് 3,916 ആളുകളിലേക്ക് എത്തുകയും മൂന്നാമതായി ചെയ്ത ജനറൽ ഓഡിയൻസ് ആഡ് 12,248 ആളുകളിലേക്കും എത്തി. അടുത്തതായി വിഷുവിന്റെ തൊട്ടു മുമ്പെയുള്ള ദിവസങ്ങളിൽ വിഷു നൊസ്റ്റാൾജിക്കിന്റെ ആദ്യ പോസ്റ്റ് 35,536 ആളുകളിലേക്ക് എത്തുകയും രണ്ടാമത്തെ പോസ്റ്റ് 21,358 പേരിലേക്കും മൂന്നാമത്തെ പോസ്റ്റ് 9,352 പേരിലേക്കും എത്തി. വിഷു ദിവസത്തിൽ പോസ്റ്റ് ചെയ്ത ആദ്യ ഗ്രീറ്റിംഗ് പോസ്റ്റ് 21,440 പേരിലേക്കും രണ്ടാമത്തേത് 27,987 ആളുകളിലേക്കും മൂന്നാമത്തെ പോസ്റ്റ് 22,536 ആളുകളിലേക്കും എത്തി. ഹായ്, എൻ്റെ പേര് അതുല്യ, ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്, മോഡലിംഗ് ചെയ്യാറുണ്ട്. ഹായ്, എൻ്റെ പേര് ഹരികൃഷ്ണ, ഞാൻ കാലിക്കറ്റാണ് സ്ഥലം. ഞാൻ ഡയറക്ഷൻ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ മോഡലിംഗ് കാര്യങ്ങൾ എല്ലായിട്ടും ഇങ്ങനെ പോകുന്നു. ഹായ്, എൻ്റെ പേര് അശ്വതി, ഞാനിപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അത്യാവശ്യം മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ പേര് യദുകൃഷ്ണ, കാലിക്കറ്റാണ് സ്ഥലം. ഞാൻ മീഡിയ സ്റ്റുഡൻ്റ് ആണ്. ഫസ്റ്റ് മോഡലിംഗ് സ്റ്റുഡിയോ ഷൂട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ക്യാമ്പയിന് നമുക്ക് ഒരു തീം വെച്ച് അത് മോഡൽസിനെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.